അവയവദാനം നടത്തിയ ചാത്തൂർ ചിറക്കര സ്വദേശി ഷിബുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുന്നു. ഷമീർ, വിവരങ്ങൾ എങ്ങനെയാണ്? സേതുലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഈ മൃതദേഹം ഇവിടേക്ക് വന്നത്. ഷിബു RS നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. വിലാപയാത്രയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ ചാത്തന്നൂരിലെ ചിറക്കരയിലുള്ള വസതിയിലാണ് മൃതദേഹം ഉള്ളത്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ചാത്തന്നൂർ MLA GS ജയലാൽ അടക്കമുള്ള ആളുകൾ ഇവിടെ സംസ്കാര ചടങ്ങിനായി വന്നിട്ടുണ്ട്. നമുക്കറിയാം, മസ്തിഷ്ക മരണം സംഭവിക്കുകയും പിന്നീട് അവയവങ്ങൾ 7 പേർക്ക് തൻ്റെ അവയവങ്ങൾ 7 പേർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. 7 പേരിലൂടെ ഷിബുവിൻ്റെ ജീവൻ തുടിക്കുകയാണ്. എന്തായാലും ഷിബുവിൻ്റെ അവസാനമായി ഒന്ന് കാണാൻ, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഷിബുവിനെ അവസാനമൊന്ന് കാണാൻ നാട്ടുകാരെല്ലാം ഇവിടെ ഷിബുവിൻ്റെ ചിറക്കരയിലുള്ള വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംസ്കരിക്കും. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം ഒട്ടുക്കെ ചർച്ചയായ, രാജ്യത്ത് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ, അത് ദാനം നൽകിയ ഷിബുവിൻ്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഈ ചാത്തന്നൂർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ സംസ്കാരത്തിനായി മാറ്റും. എന്തായാലും 7 പേരിലൂടെയാണ് ഇനി ഷിബുവിൻ്റെ അവയവങ്ങൾ തുടിക്കുക. അതിൽ ഒരാളുടെ ഇന്നലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാകുകയും അവയവദാനം എന്ന മഹാദാനം നടത്തിയതിനു ശേഷമാണ് ഷിബു ഇപ്പോൾ മടങ്ങുന്നത്. ഷിബുവിന് കുടുംബം യാത്രയയപ്പ് നൽകുകയാണ്. അവിടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നു. ഷിബുവിൻ്റെ അവയവം, ഈ ഹൃദയം വാങ്ങിയ നേപ്പാൾ സ്വദേശിയായ ദുർഗാകാമിയുടെ ആരോഗ്യനില ഇപ്പോൾ ആശാവഹമാണ്. നിരീക്ഷണത്തിൽ തുടരുകയാണ്. അങ്ങനെ നിരവധി പേർക്ക് തൻ്റെ ഈ മരണശേഷവും ഷിബു ജീവിക്കും എന്നുള്ളതാണ്.